വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ കുറച്ച് കാലം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് ഒന്ന് മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ടോട് കൂടിയിട്ട് മുകളിലോട്ട് തന്നാണ്. ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതാണ്. നോക്കിയാൽ കാണാം, കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. ഇടയിൽ ഒന്ന് രണ്ട് തവണ സെല്ലിംഗ് വന്നിട്ടുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് പോയതാണ്, അതായത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയും കൂടി ബ്രേക്ക്ഔട്ട് ചെയ്ത് പോയത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോയത്. അപ്പൊ ഇവിടെയും ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്ക് ചെയ്തിടുന്ന റെസിസ്റ്റൻസ് തന്നെയാണ്. ഇന്നലെയും നോക്കിയാൽ കാണാം, ആ ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിലായിട്ടാണ് നിൽക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിലാണ് അങ്ങനെ കാണുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അതിനു വേണ്ടിയിട്ട് വൺ അവറിലേക്കാണ് പോകുന്നത്. വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നുകൊണ്ട് ഇരുന്നിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അപ്പ് എൻട്രി, അതായത് മുകളിലോട്ട് വലിയൊരു ബുള്ളിഷ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് മുകളിലേക്ക് സംഭവിച്ചിട്ടില്ല. അവിടെ വന്നിട്ട് ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് എടുത്തു. താഴോട്ടേക്ക് തന്നെ പോകുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു വലിയൊരു സെല്ലിംഗ് പ്രഷർ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഏരിയ ആണ്. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നാണ് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോയത്. ബ്രേക്ക്ഔട്ട് ചെയ്ത് പോലും മാത്രമല്ല, താഴോട്ടേക്ക് ഇറങ്ങി വന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വൺ അവറിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട്, നേരത്തെ വരച്ച സപ്പോർട്ട് അവിടെ ഉണ്ട്. ആ ഒരു സപ്പോർട്ടിലും അത്യാവശ്യം മോശമില്ലാത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടേക്ക് വരുമ്പോഴും ആ ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ വൺ അവറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൺ അവറിൽ ഇനി പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നും കാര്യമായി മാർക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ തരുന്ന ഒരു ഏരിയ ആണ് നിൽക്കുന്നത്. ഓക്കെ, കാണാം, ഇവിടെ ഒരു ലോയ് ഉണ്ട്. ആ ലോയിനെ മാർക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ അതിന്റെ അടുത്ത് വന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ലോയിനെ എടുക്കാൻ തന്നെയാണ്. അപ്പൊ ആ ലോയുടെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഈ ലോയിനെ എടുത്തു കഴിഞ്ഞ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി നിൽക്കുന്നിടത്തുനിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് നോക്കുന്ന സമയത്ത് അത്ര ഒരു സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോയിനെ എടുത്തു കഴിഞ്ഞ് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല അതിനനുസരിച്ചുള്ള റിസ്ക് റിവാർഡും കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എനിവേ, ഈ ഒരു ലോയിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം, ഇവിടെ വരെ ഇറങ്ങാം. അപ്പോൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. ഇതുപോലെ റിജക്ഷൻ ക്യാൻഡിലോ മറ്റോ കാര്യങ്ങളോ തന്നിട്ട് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നതിന്റെ ടാർഗറ്റ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്ത ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരുപക്ഷെ ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് 50 മിനിറ്റ്സിന്റെ ഒരു ഇംബാലൻസ് മുകളിൽ കാണുന്നുണ്ട്. അവിടേക്ക് വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഇംബാലൻസ് ഫ്രഷ് ഇംബാലൻസ് ആണ്. അത് എടുത്തിട്ടില്ല. ഒരുപക്ഷെ മാത്രമേ അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അങ്ങനെ ഇവിടെയും അത് നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇൻബാലൻസിലേക്ക് വരുള്ളൂ. അവിടുന്നും നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ മുകളിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് മൂവ്മെന്റ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു എക്സ്പെക്ടേഷൻ. പക്ഷെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ പ്രകാരം മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് വരേണ്ടതാണ്. ഈ രണ്ട് കടമ്പകൾ, അതായത് ഈ റെഡ് ലൈനും ഈ ബ്ലാക്ക് ലൈനും കടന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഒരു ക്യാൻഡിൽ നോക്കിയാൽ തന്നെ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു. അത് ഡീപ്പ് പുൾ ബാക്ക് എടുത്ത ഒരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഇപ്പൊ നേരത്തെ മാർക്ക് ചെയ്ത റെഡും ഈ ബ്ലാക്കും അതും കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള പുൾ ബാക്ക് ആണ്. ഏറെക്കുറെ ഈ റേഞ്ചിലേക്ക് എത്താം. ആ റേഞ്ചിൽ ടാർഗറ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും നേരത്തെ വരച്ചത് തന്നെയാണ്. ഇനിയിപ്പം അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ടാർഗറ്റ് പോയിന്റുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഉള്ളിൽ വരുന്ന സമയത്ത് ഒരു ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരു റീടെസ്റ്റ് ഇതുവരെ വന്നതായിട്ട് കാണുന്നില്ല.
അതൊരു ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകൾ ഓയിലുള്ളത്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത്, കീ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.